Hi everybody, welcome back and this is Mithila. അപ്പോൾ guys, best laptop under 30K അകത്ത് നല്ലൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. നമുക്ക് വേറെ ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് കിടക്കാം. കുറച്ച് ലേറ്റസ്റ്റ് പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ചെയ്യുന്ന ലാപ്പ് ഏതാണ്? ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ചെയ്യുന്ന ലാപ്പ് എന്ന് പറയുമ്പോൾ ആസർ ആസ്പെയർ 3 ആണ്. ഇതിൻ്റെ ഒരു കറൻറ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 33,000 ആണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 7th Gen Ryzen പ്രോസസ്സറാണ്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ലാപ്പ് തന്നെയാണ്. 8GB RAM ആണ് വരുന്നത്. അത് എക്സ്പാൻഡബിൾ അല്ല. 512 GB ഒരു SSD വരുന്നുണ്ട്, ബട്ട് അത് എക്സ്പാൻഡബിൾ ആണ്. ആൻഡ് AMD ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ 50.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ട്, 2 USB പോർട്ട്, മിക്ക അക്സസറി പോർട്ടും ഇതിലും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടും ഒരു വെർത്തായിട്ടുള്ള നല്ലൊരു ലാപ്ടോപ്പായിട്ട് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ലാപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ HP-യുടെ 40S എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൻ്റെ കറൻറ്റ്ലി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 32,000 ആണ്. ചില ഓഫർ ടൈമിൽ നിങ്ങൾക്ക് 30,000 കിട്ടും ഈ ലാപ്പ്. പക്ഷേ നിങ്ങൾ ഒരു 2,000 കൂടി ഇടുകയാണെങ്കിൽ ഈ ലാപ്ടോപ്പ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഓഫർ ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 11th Gen i3 പ്രോസസ്സറാണ്. 8GB DDR4 RAM ആണ് വരുന്നത്. RAM അപ് ടു 60GB എക്സ്പാൻഡബിൾ ആണ്. 256GB SSD വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലാപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡൻസ്, കോഡിംഗ്, ഡിസൈൻ, അതേപോലെ തന്നെ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ ലാപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബെസ്റ്റ് ലാപ്ടോപ്പാണ്. ആൻഡ് തേർഡ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ലെനോവോ V50 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. കറൻറ്റ്ലി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 30,000 ആണ്. നമുക്ക് ഇതിൻ്റെ സ്പെക്ക് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ പോളി കാർബണേറ്റ് ബോഡിയാണ്. 180° ഹിഞ്ച് ഉണ്ട്. ആൻഡ് AMD Ryzen 3 പ്രോസസ്സറാണ്. 5th Gen ആണ്. ഈ ലാപ്ടോപ്പ് വരുന്നത് 8GB RAM, 512GB SSDയോട് കൂടിയാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് 5 hours വരെ പറയുന്നുണ്ട്. അപ്പോൾ ലെനോവോയുടെ V50യുടെ സ്പെക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു 3 ലാപ്ടോപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് നിങ്ങൾ എൻ്റെ മൂവി റിവ്യൂസ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂവി റിവ്യൂസ് കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് എൻട്രിസ്റ്റില്ലാതെ ലിങ്ക് കൊടുത്തേക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസും അതേപോലെ മൂവി റിവ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. ദിസ് ഈസ് മീ അതും.